സംഭവം കുരുവട്ടൂരികളുടെ അവസ്ഥ ഇപ്പം ഇതേമാതിരിയിരിക്കണേ. ഏതുപോലെ ഒന്ന് നോക്കാണെങ്കിൽ ഇതൊന്ന് നോക്കിട്ടാ. എന്താ പൊട്ടൂല? എന്താ സാധനം? കുപ്പി ഗ്ലാസ് നിലത്തിട്ട് പൊട്ടൂലെന്നോ? പൊട്ടിയാലോ? പൊട്ടിയാലോ? പൊട്ടിയ പാറി കളയാൻ പാടില്ല. നിങ്ങളെ പൊട്ടൂലാറ പിന്നെ പൊട്ടിയാല് പൊട്ടിയില്ലെങ്കിൽ എടുത്തിടോ? പൊട്ടിയില്ലെങ്കിൽ എടുത്തിടും. പൊട്ടിയാലോ? പൊട്ടൂല. പൊട്ടുറപ്പാ? അന്ന് നോട്ടെ. അല്ല കൂട്ടരെ, എന്താ നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലായത്? അല്ല, ഈ ഒരു ചുരുങ്ങിയ സെക്കൻഡുകളിലുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു കാക്ക കുപ്പി ഗ്ലാസ് പിടിച്ചുകാണ്ട് നിലത്തേക്ക് ഇടുന്ന രംഗം കണ്ടില്ല നിങ്ങൾ? പൊട്ടിയാലോ പൊട്ടൂല, പൊട്ടിയാലോ പൊട്ടൂല, പൊട്ടും പൊട്ടൂല എന്തൊക്കെയാ പറയണത്? ഏയ് അതല്ല, ഇനി അതിന്റെ ബാക്കിയുണ്ടോ ഒന്നും കൂടി നോക്കാം നമുക്ക്. നിങ്ങളെ പൊട്ടൂലാന്ന് ഞാൻ വിഷയം മാറ്റി നോക്കിയാ നിങ്ങളെ പൊട്ടൂലാറിന് ഞാൻ പറഞ്ഞു പൊട്ടുന്ന്. അതല്ലേ ഞാൻ പറഞ്ഞ പൊട്ടൂലെന്നല്ല, നിങ്ങളെ പൊട്ടൂലെന്നു. ഞാൻ പറഞ്ഞ പൊട്ടൂലാന്ന്. ഞാൻ പറഞ്ഞ പൊട്ടുന്നു. ഞാനെ പൊട്ടൂലെന്നെ. അജ പൊട്ടൂലാറ് ഞാൻ പൊട്ടുന്ന. ഇപ്പൊ വിഷയം മാറ്റി. നല്ല ടീമാ. ഇപ്പൊ നീ ആരാ പൊട്ടുന്ന പറഞ്ഞ ആരാ പൊട്ടൂലെന്ന് പറഞ്ഞേ? എന്നതുപോലത്തൊരു കോലം കെട്ടലാണ് കുരുവട്ടൂരികൾ ഇതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക നാടകം. അവർ സുന്നി ആശയക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളക്കരയുടെ ഒരു തല മുതൽ മറ്റേ തല വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് മാത്രം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ്. ഈ പേരോട് ഉസ്താദിനെ ഇവർ പറയാത്തതൊന്നുമില്ല. വളരെ തെരുവ് തെണ്ടികൾ തമ്മിൽ തല്ലുകൂടുന്ന സമയത്ത് എന്തൊക്കെ പറയും, അതുപോലത്തെ വാക്കുകളൊക്കെ ഇവർ സ്റ്റേജ് കെട്ടി തലയിൽ കെട്ടി തലപ്പാവ് വെച്ച് താടി വെച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. പേരോട് ഉസ്താദിനെ, പൊന്മള ഉസ്താദിനെ, ഖലീൽ തങ്ങൾ പാപ്പായ, ഇതുപോലത്തെ വലിയ ആളുകളെ നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു തആല അതിനുള്ള കുരുത്തക്കെട്. കാരണം ഇവർക്ക് സുന്നി പോരാന്നാണ് പറഞ്ഞിരുന്നത്. ആർക്ക്? പേരോട് ഉസ്താദ് സുന്നി പോരാ, പൊന്മള ഉസ്താദിന് സുന്നി പോരാ, ഖലീൽ തങ്ങൾ പാപ്പാക്ക് സുന്നി പോരാ, ഇവരൊക്കെ സുന്നിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ഇപ്പോൾ മടവൂർ കോട്ടയിൽ CH മുസ്തഫാനെ വരെ കയറ്റി പ്രസംഗിപ്പിച്ചു. CH മുസ്തഫ മടവൂര് കോട്ടയിൽ വന്നുകൊണ്ട് മടവൂർ കോട്ടയിൽ വന്നു എന്ന് മാത്രമല്ല, ആ മടവൂർ കോട്ടയിൽ ഈ CH മുസ്തഫാനെ വിളിക്കാൻ വേണ്ടിക്കൊണ്ട് കൽപ്പിച്ചത് ആരാ? അതൊന്ന് കേട്ടോ കാണി. നമ്മുടെ വന്യരായ CH മുസ്തഫ, നമ്മുടെ വന്യരായ CH മുസ്തഫ, വന്യരായ CH മുസ്തഫ. ബാക്കി പറയട്ടെ. മൗലവിയുടെ സദസ്സിൽ ഉണ്ട്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം അരുളുകയാണ്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടിക്കൊണ്ട് CH മുസ്തഫക്ക് സ്വാഗതം പറയുകയാണ്, സ്വാഗതം അരുളുകയാണ്. ഇനി ബാക്കി രണ്ട് വാക്ക് സംസാരിക്കാൻ ഈ CH മുസ്തഫയെ കൊണ്ട് രണ്ട് വാക്ക് സംസാരിപ്പിക്കാൻ പറയും. ആരാണ്? ഷെയ്ഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നോക്കാൻ നിങ്ങൾ, മടവൂര് കോട്ട എന്ന് പറഞ്ഞത് ഒരു തങ്ങൾ നടത്തുന്നതാണ്. തങ്ങൾ എന്നുള്ളത് കൊണ്ട് ആരും അതിനെ വിമർശിക്കാതെ പോവുകയായിരുന്നു. പക്ഷേ കുരുവട്ടൂരികൾ അവിടെ കയറിയിട്ട് കരിമ്പും തോട്ടത്തിൽ കാട്ടാന കയറിയമാതിരി ആകെ കയറി നിരങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പോൾ അവരെന്ത് ചെയ്തു? CH മുസ്തഫാൻ അവിടെ കൊടുന്നു. CH മുസ്തഫ വന്നു. CH മുസ്തഫാനെ രണ്ട് വാക്ക് പ്രസംഗിക്കാൻ വേണ്ടിക്കൊണ്ട്, സംസാരിക്കാൻ വേണ്ടിക്കൊണ്ട് ഷെയ്ഖുനയുടെ സമ്മതപ്രകാരം ക്ഷണിക്കുകയാണ്. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ആരറിയോ? മടവൂര് CM വലിയുള്ളാനെ പറ്റിയിട്ടല്ല പറയുന്നത് കേട്ടോ. ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അമ്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓനെയാണ് എന്ത് ചെയ്യണത്? ഓൻ്റെ സമ്മതപ്രകാരമാണ് എന്ത് ചെയ്യണത്? ഈ CH മുസ്തഫാനെ ക്ഷണിക്കുന്നത്. CH മുസ്തഫ എന്ന് പറഞ്ഞ ആ വ്യക്തി ആരാണെന്നറിയോ? അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ചേകനൂരാണ്. ഈ CH മുസ്തഫ ഒരു വഹാബിയാശയക്കാരൻ മാത്രമല്ല, ചേകനൂരാണ്. കുഫിരിയത്തിൻ്റെ വാദമുള്ള ആളാണ്.
ആര്? ഈ CH മുസ്തഫ എന്ന് പറഞ്ഞ ആള്. ഇനി ഒന്ന് കേട്ടു നോക്കിയോ അദ്ദേഹത്തിൻ്റെ ഈ CH മുസ്തഫ അയ്യുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു കട്ടിങ് ഒന്ന് കേട്ടു നോക്കി. വിവാഹത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഒന്നും മതം ഒരു പ്രശ്നമായി വരേണ്ടതില്ല. എന്താ ഇവന്റെ വാദം കേട്ടില്ല ഞങ്ങള്? വിവാഹത്തിലും കുടുംബ ബന്ധത്തിലും മതം ഒരു പ്രശ്നേ അല്ല. വിവാഹത്തിലും കുടുംബത്തിലും മതം ഒരു പ്രശ്നമല്ല. നമുക്കെന്ത് ചെയ്യാം? മുസ്ലിമിനെ കല്യാണം കഴിക്കാം. അതാണല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാം. അതിൽ മക്കളുണ്ടാവാം. മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളായല്ലോ. ആ ബന്ധങ്ങളിലൊന്നും ഒരു പ്രശ്നവും ആക്കേണ്ടതില്ല. ഇതാ ബാക്കി പറയട്ടെ. ഇന്ന് ആര്യ വിവാഹിതയാകുന്നത് ആര്യ ഹിന്ദു മതക്കാരിയായി കൊണ്ട് തന്നെയാണ്. ആര്യ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വിവാഹിതയാവുന്നത് ഹിന്ദു മതക്കാരിയായി കൊണ്ട് തന്നെയാണ്. ഇനിയോ? ഇനി മുസ്ലിം ആയിരിക്കും കെട്ടുന്നത് നോക്കാം നമുക്ക്. അലി കാർഗിൽ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തുന്നത്. വരന് അലിയാണ്. അലി മുസ്ലിമായിട്ടുമാണ് വിവാഹം കഴിക്കുന്നത്. മറ്റേതോ ഹിന്ദു ആയിട്ട് തന്നെയാണ്, ഇത് മുസ്ലിമായിട്ട് തന്നെയാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. എങ്ങനെയുണ്ട് CH മുസ്തഫാന്റെ പ്രസംഗം? ഇവർ രണ്ടുപേരും മതം മാറിയിട്ട് കല്യാണം കഴിക്കാത്ത വിഷയത്തിൽ വളരെയേറെ സന്തോഷകരമാണ് ഇവനെന്ന് പറഞ്ഞത്. ആ പെണ്ണിനെ മുസ്ലിം ആക്കിയിട്ട് കല്യാണം കഴിക്കുന്ന വിഷയമല്ല പറയുന്നത്. അതല്ലെങ്കിൽ ആ പെണ്ണ് ഇവന് വേണ്ടിക്കൊണ്ട് മുസ്ലിം ആവുക, ഒന്നിരിക്കലും ഇവന് വേണ്ടിയിട്ട് മുസ്ലിം ആവുകയാണ്. അതല്ലെങ്കിൽ പെണ്ണിനെ മുസ്ലിം ആക്കുകയാണ്. രണ്ടാവട്ടെ, എന്തായാലും മുസ്ലിമായിട്ടൊന്നുമില്ല. മുസ്ലിം ആവാതെ അങ്ങനെ കല്യാണം കഴിക്കുന്നത് വളരെ സന്തോഷകരമാണ്. വളരെ ഒരു ഏറ്റവും വലിയൊരു ധർമ്മമായിട്ടാണ് ആര് കാണുന്നത്? CH മുസ്തഫ കാണുന്നത്. ഇങ്ങനെയാണോ നമ്മളെ മതം ഉള്ളത്? ഇതാണോ നമ്മളെ മതം? ഇതാണോ മുസ്ലിമിൻ്റെ മതം? കുരുവട്ടൂര് നൗഷാദെ, കുഞ്ഞേമതെ, പമ്പൈസ്. ഇനിയിപ്പോൾ മറ്റൊരു പ്രസംഗം നടത്തുന്നുണ്ട്, അതും നമുക്കൊന്ന് കേട്ടു നോക്കാം. മുആവിയ എന്ന് പറയുന്നയാൾ എത്ര സഹാബിമാരെ കൊന്നിട്ടുണ്ട്? ആ കൊന്ന സഹാബിമാരുടെ പേര് വിവരങ്ങൾ അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞ 10 സഹാബികൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളാണ് സുബൈർ, കൊന്നത് മർവാൻ. തൽഹ, കൊന്നത് മർവാൻ. പ്രവാചകന്റെ പ്രിയപ്പെട്ട മറ്റൊരു സഹാബിയാണ് അമ്മാർ ഇബ്നു യാസിർ, കൊന്നത് മുആവിയ. പ്രവാചകന്റെ പൗത്രനും സഹാബിയുമായ ഹുസൈൻ, കൊന്നത് യസീദ്. പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രൻ ഹസൻ, കൊന്നത് മുആവിയ. സഹാബിക്ക് സഹാബിയെ കൊല്ലാമോ? ഇവനാണോ സഹാബി? സഹാബിയെ ചീത്ത പറയുന്നു പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കലൊന്നും ഇന്ന് നടക്കില്ല. ജനങ്ങൾ ചരിത്രം പഠിച്ചു. ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയവനാണോ സഹാബി? ഈ സഹാബികളെ മുഴുവനും കൊന്നു തള്ളിയ, ആയിരക്കണക്കിന് സഹാബികളെ സിഫീൻ യുദ്ധത്തിൽ കൊന്നു തള്ളിയ മുആവിയാണോ സഹാബി? സഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കൂടെ ത്യാഗം സഹിച്ച് ഇരുന്ന് പ്രവാചകനിൽ നിന്ന് ജ്ഞാനം നുകർന്ന് പ്രവാചകന്റെ ശിഷ്യത്വം സ്വീകരിച്ച് പ്രവാചകനിൽ നിന്ന് സകല ഗുണങ്ങളും ആർജിച്ച് പ്രവാചകനോടൊപ്പം. കുരുവട്ടൂരികളെ, ഈ വാദം നിങ്ങൾക്കുണ്ടോ? ഒരുപാട് സ്വഹാബ കിറാമിനെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിച്ച ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത, ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത വലിയ വലിയ സ്വഹാബ കിറാമിനെ ഏറ്റവും വലിയ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ച ഈ വൃത്തികെട്ട CH മുസ്തഫയുടെ ഈ വാദം നിങ്ങൾക്കുണ്ടോ? കുരുവട്ടൂരികളെ, നിങ്ങൾക്കുണ്ടോ? മാത്രമല്ല വിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ പോലും ഇവൻ്റെ പ്രസംഗം നടന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കുന്ന, ഖുർആനിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇവൻ്റെ പ്രസംഗം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? വരട്ടെ, CH മുസ്തഫ ഒന്നും കൂടി പറയട്ടെ. മൂസാ നബിയുടെ ഉമ്മ എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആ ആയത്ത് ഇങ്ങനെയാണ്, വൗഹൈന ഇലാ ഉമ്മി മൂസ. മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹി നൽകി. എന്താണ് മുസ്ലിയാരെ ഇതിന്റെ അർത്ഥം? ഔഹൈന എന്ന് പറഞ്ഞാൽ വഹി നൽകി എന്നല്ലേ? ഇന്നാ ഔഹൈന ഇലൈക. മുഹമ്മദ് നബിയോട് പറയുന്നു, ഇന്നാ ഔഹൈന ഇലൈക, നിനക്ക് നാം വഹി നൽകി. ഇതേ പ്രയോഗമാണ് വൗഹൈന ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹി നൽകി. എന്താ ഇത് തമ്മിലെ വ്യത്യാസം? വൗഹൈന ഇലാ മൂസ എന്ന് പറയുമ്പോൾ മൂസയ്ക്ക് നാം വഹി നൽകി എന്നും, വൗഹൈന ഇലൈക എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നാം വഹി നൽകി എന്നും, വൗഹൈന ഇലാ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് വഹി നൽകി എന്നും അർത്ഥം വെക്കുന്ന മുസ്ലിയാക്കൂട്ടം വൗഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറയുമ്പോൾ മൂസയുടെ ഉമ്മയ്ക്ക് നാം തോന്നിപ്പിച്ചു എന്ന് പറയും. ഇതിന്റെ കാരണം മൂസയുടെ ഉമ്മ സ്ത്രീയായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീ പ്രവാചകയാകാൻ യോഗ്യമല്ല എന്ന് ഇവർ എഴുതി വെച്ചു. ആരെഴുതി വെച്ചു? അല്ലാഹുവല്ല, ഈ മുസ്ലിയാക്കൂട്ടം എഴുതി വെച്ചു. ഇവരുടെ തമ്പുരാക്കന്മാർ എഴുതി വെച്ചു. ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന അധികാരി വർഗം എഴുതി വെച്ചു. മുആവിയ എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിനനുസൃതമായി അല്ലാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായി അർത്ഥം കൽപ്പിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്? വിശുദ്ധ ഖുർആനിനെയാണ് ഇവൻ ഈ പറയുന്നത്.
അപ്പം ഇവൻ്റെ വാദപ്രകാരം എന്തുണ്ട്, പിന്നെ പ്രവാചകന്മാരിൽ സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന്മാരിൽ സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് ഇവൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്നാൽ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പേരോട് ഉസ്താദ് ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞതുണ്ട്. അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരെ, ഇസ്ലാമിന്റെ ആശയത്തിനെതിരെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങോട്ടോ, ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ചേകനൂരിന്റെ 2ാം പതിപ്പ്. അതെ, ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചേകനൂരിന്റെ 2ാം പതിപ്പാണ് ഈ ചങ്ങായി. ഇതാ കേട്ടോളി ബാക്കി. ഈ പറഞ്ഞ ചങ്ങാതി ഉണ്ടല്ലോ, ഈ പൊരുളെഴുതിയ ചങ്ങാതി, ആ പൊരുളെഴുതിയ ചങ്ങാതി എന്താ വാദം എന്നറിയോ? ലൈലത്തുൽ ഖദർ ഇല്ല ഒരു വാദം. അതിനെന്താ പറഞ്ഞെന്നറിയോ? അതേ തെനസ്സലുൽ മലായികത്തു എന്നുണ്ട് ഖുർആനിൽ. അവിടെ തെനസ്സലു എന്നുള്ളത് സഹാബികളും ഇമാമിങ്ങളും ഒക്കെ കൂടിയിട്ട് ഖുർആനിൽ തെനസ്സലു എന്ന് ഹർക്കത്ത് മാറ്റിയതാ. തെനസ്സലാന്നാ അവിടെ വേണ്ടത്. അവന്റെ വാദ തെനസ്സലാന്നാ വേണ്ടി, അത് തെനസ്സലു എന്നാക്കിയതാ. പിന്നൊരു വാദം എന്താണെന്നറിയോ? പെണ്ണുങ്ങൾ ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്. വൗഹൈന ഇലാ ഉമ്മി മൂസ എന്ന് ഖുർആനിലുണ്ട്. വഹി അറിയിച്ചു എന്നല്ലേ പറഞ്ഞു മൂസാ നബിന്റെ ഉമ്മാക്ക്, അതുകൊണ്ട് റസൂലാണ്. എന്നാ പിന്നെ ഖുർആനിൽ വൗഹൈന ഇലൻ നഹ്ലി എന്ന് വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് വഹി അറിയിച്ചുന്നുണ്ട്, തേനീച്ച റസൂലാ. അപ്പൊ ഇങ്ങനത്തെ വാദം ഉന്നയിച്ച ഒരു മൗലവിണ്ടിപ്പോ അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഇതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരാള് മൂപ്പര് സയ്യിദാണെന്ന് വിചാരിച്ച് നമ്മളൊന്നും പറയലില്ല, അവിടെ ഇവനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതായി ഞാൻ അറിഞ്ഞു. അങ്ങനത്തെ പിഴച്ചുപോയ കക്ഷികളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന സ്ഥലത്തൊന്നും മുസ്ലിമീങ്ങൾ പോയി പ്രസംഗം കേൾക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കണം. കണ്ടോ, ഈ ചെങ്ങായിനെ മടവൂര് കോട്ടയിൽ കൊടുന്ന വിഷയമാണ് പേരോട് ഉസ്താദ് ഈ പറഞ്ഞത്. അതൊരു തങ്ങള് എന്നുള്ള നിലക്ക് നമ്മളൊന്നും പറയാറില്ല. പക്ഷേ ഇങ്ങനത്തെ ആളുകളെ കൊടുന്നുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന പേരോട് ഉസ്താദ് അവിടുന്ന് പറഞ്ഞത്. മനസ്സിലായോ? എന്നിട്ടോ ഇനി ഇവരുടെ കൂട്ടത്തിൽ പോയി ഇരുന്ന എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ കോമാട്ടുചാലിൽ അദ്ദു പറയുന്നുണ്ട്. അദ്ദുവിന്റെ പ്രസംഗം ഒന്ന് കേട്ടോക്കാ നിങ്ങൾ. മഹാന്മാരെ നിന്ദിക്കുന്ന കൂട്ടർ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് പോലത്തെ ദുഷിച്ച കൂട്ടര്, അവരെ ശൈഖുന കഠിനമായ ഭാഷയിൽ എന്നും താക്കീതായി പറഞ്ഞ കൂട്ടരാണ്. ആ ഭാഗം വളരെ വെറുപ്പോടുകൂടിയാണ് ശൈഖുന മടവൂര് കണ്ടതെങ്കിൽ അവിടെ മയം വേണ്ട, അവര് വരുമ്പം കൈ കൊടുക്കാൻ നിൽക്കണ്ട, അവർക്ക് സലാം പറയും, അവരെ കൂട്ടിയിരുത്തി ചായ കൊടുക്കാനും നിൽക്കണ്ട. കാലം എത്ര കഴിഞ്ഞാലും ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞ കാര്യം അതിന് പിന്നെ മാറ്റല്ല. കാലം ഒരു അപ്പൊ ഈ ലാ തബ്ദീല ലികലിമാത്തില്ല എന്നുള്ളത് കഴിഞ്ഞ കോമാടുവോ? കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ CH മുസ്തഫയാണല്ലോ കയറി കൂടിയിരിക്കുന്നത്. ഒരു വഹാബി മാത്രമല്ല, കുഫ്രിയത്തിൻ്റെ വാദവുമായി കൊണ്ട് പേറി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഇവനെയാണല്ലോ ഖുർആൻ വരെ തെറ്റുപറ്റിയിട്ടുണ്ട്, ഖുർആനിൽ വരെ അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏയ് ഫതഹ് കെസറാക്കണം, കെസർ ഫതഹാക്കണം, ലൊമ്മാക്കേണ്ടടുത്ത് കെസർ കൊടുത്തിട്ടുണ്ട് എന്ന് വരെ വിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന CH മുസ്തഫാനെ മടവൂര് കോട്ടയിൽ കൊണ്ടുവന്ന് മടവൂര് കോട്ടയിൽ പ്രസംഗിക്കാൻ ഷെയ്ഖുനയുടെ സമ്മതത്തോടുകൂടെ ക്ഷണിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടില്ലേ? എവിടെ പോയി നിങ്ങളുടെ സുന്നി ആശയം? എവിടെ പോയി നിങ്ങളുടെ സുന്നി? ലാ തബ്ദീല ലികലിമാത്തില്ല, എവിടെ പോയി? ഇതൊക്കെ എവിടേക്ക് പറഞ്ഞതായിരുന്നു? മൗലാന പേരോട് ഉസ്താദിനെ, ഷെയ്ഖുന പൊന്മള ഉസ്താദിനെ, ഇതുപോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരെ പറഞ്ഞ് ഇപ്പോ നേരെ മലർന്ന് കടന്ന് തുപ്പിയതുപോലെ നെഞ്ചത്തേക്ക് തന്നെ ചാടുകയാണ്. അല്ലേ അല്ലേ നൗഷാദ് ഇതിന്റെ മുന്നേ പ്രസംഗിച്ചോന്ന് കേട്ടു നോക്ക്. ഈ ആയത്തിന്റെ തഫ്സീർ ഞാനൊന്ന് വായിക്കാം, ശരിക്കും ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇതിന്റെ തഫ്സീറിൽ എഴുതുകയാണ്, ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ആശയം അന്നഹിയു അൻ മുജാലസത്തി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തുകാരനോട് കൂടിയിരിക്കാൻ പാടില്ല. ബിദ്അത്തുകാരനോട് കൂടിയിരിക്കാൻ പാടില്ല. ബിദ്അത്തുകാരനാണ് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് പെട്ടോ. അതിനെ തൊട്ടുള്ള വിരോധമാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഈ തോന്നിവാസികളായ ആളുകൾ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോ സ്വന്തം തോന്നിയതുപോലെ പറയുന്ന പുത്തൻവാദികൾ. ആരെപ്പോലെ? CH മുസ്തഫയെ പോലെ. CH മുസ്തഫയെ പോലെ. ബാക്കി
അവരെ കൂടെ കൂടിയിരിക്കരുത് എന്നാണ് ഈ ആയത്ത് പറഞ്ഞത്. ഇനി കേട്ടോ, വാന്നമൻ ജാലസഹും, അവരെ കൂടെ ഒരുത്തൻ ഇരുന്നാൽ ഹുക്കുമുഹും, ഇരുന്നവന്റെ വിധി ആ വഹാബികളുടെ അല്ലെങ്കിൽ പുത്തൻവാദികളുടെ കാര്യത്തിൽ എന്താണോ ദീനിന്റെ വിധി, ആ വിധി തന്നെയാണ് ഇരുന്നവന്റെയും വിധി. എങ്ങനുണ്ട്? അപ്പൊ ആ അവന്റെ വിധി തന്നെയാണ് ഇവന്റെ വിധിയും. അപ്പൊ CH മുസ്തഫാന്റെ വിധി എന്താണോ അത് തന്നെയാണ് കോമാട്ടുചാലിൽ അദ്ദുവിന്റെയും നൗഷാദിന്റെയും കുഞ്ഞേമീന്റെയും പമ്പേസിന്റെയും ഒക്കെ വിധി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു നൗഷാദെ? എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്? കുരുത്തക്കേട് എന്ന് അതിനൊക്കെ പറയാം. ഇതിന് പറയുന്ന പേരാണ് കുരുത്തക്കേട്. ആരെ കുരുത്തക്കേട് എനിക്ക് കേട്ടിയറിയോ? ഞങ്ങളുടെ നേതാവായ മൗലാന പേരോട് ഉസ്താദിന്റെ കുരുത്തക്കേട് എനിക്ക് തട്ടിയിട്ടുള്ളത് കേട്ടോ.